ഹലോ, യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ പക്കോടയാണ്. ചിക്കൻ നൂൽ പക്കോട. വളരെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പക്കോട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നൂൽ പക്കോട ഉണ്ടാക്കാനായി ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മൾക്കൊരു ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് മസാല ആഡ് ചെയ്യണം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അരമുറി ചെറുനാരങ്ങയുടെ നീര്. ഇനി ഇതിലേക്ക് കോട്ടിങ്ങിന് ആവശ്യമായി 3 ടേബിൾ സ്പൂൺ കടലമാവ് കൂടി നമ്മൾക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനിലേക്ക് മസാല എല്ലാം നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി പക്കോടയ്ക്ക് ആവശ്യമായി ഞാനിവിടെ 1/2 കിലോ ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി തോല് കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്കിനി തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് ഒന്നുകൂടി ഒന്ന് നൂൽ പരുവത്തിൽ ചെറുതായി ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. നൂൽ പരുവത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമ്മൾക്കൊരു ബൗളിലേക്ക് ഇടാം. ഇനി ഈ ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾക്ക് 1/2 കപ്പ് മൈദ ചേർക്കാം. അതേ അളവിൽ തന്നെ 1/2 കപ്പ് കോൺഫ്ലോർ കൂടി നമ്മൾക്ക് ചേർക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, 2 ടീസ്പൂൺ മുഴുവൻ മല്ലി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടിയല്ല, മല്ലി മുഴുവനോടെയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്ക് ഇതിൽ നിന്ന് വെള്ളം നന്നായി ഇറങ്ങി വരും. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൽ നിന്ന് വെള്ളമെല്ലാം നന്നായി ഊറി വന്ന് മസാലയെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ കുഴച്ചെടുക്കാവുന്നതാണ്. നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനും ഇവിടെ മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പക്കോട ഉണ്ടാക്കാൻ തുടങ്ങാം. കയ്യിലേക്ക് കുറച്ച് എണ്ണ തടവിയതിനു ശേഷം ഉരുളക്കിഴങ്ങ് കൂട്ടിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾക്ക് കൈവെള്ളയിൽ വെച്ച് ചെറുതായി ഒന്ന് പരത്തിയെടുക്കാം. വളരെ നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ, ഒരുപാട് കട്ടിയായി പോകരുത്. ഇങ്ങനെ പരത്തി വെച്ച ഉരുളക്കിഴങ്ങ് കൂട്ടിലേക്ക് നമ്മൾ ചിക്കൻ്റെ ഒരു പീസ് എടുത്ത് വയ്ക്കാം. ഇനി കുറച്ചുകൂടി ഉരുളക്കിഴങ്ങ് കൂട്ടെടുത്ത് നമ്മൾക്ക് ഈ ചിക്കൻ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഒരുപാട് കട്ടിയിലെടുക്കേണ്ട, കുറച്ച് കനം കുറച്ചെടുത്താൽ മതി. ഇനി നന്നായി ഒന്ന് പൊതിഞ്ഞെടുത്ത് ഇത് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ എണ്ണയിലേക്ക് ഓരോ പക്കോടകളായിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം. കാരണം ഉള്ളിലെ ചിക്കൻ വേവാനുള്ളതാണ്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പുറമേ വേഗം കരിയും, ഉള്ളിൽ ചിക്കൻ വേവുമില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നന്നായി തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നൂൽ പക്കോട ഇവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ചിക്കൻ നൂൽ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.